ഹായ്, ഗുഡ് ഈവനിങ്. റിട്ടോറിയ പബ്ലിക് സ്പീക്ക് കോഴ്സ് കംപ്ലീഷന്റെ ഭാഗമായി നടത്തപ്പെടുന്ന റിട്ടോറിയ പബ്ലിക് സ്പീക്ക് ട്യൂസ്ഡേ വെബിനാർ സീരീസിന്റെ 4ാമത്തെ സെഷനാണിത്. അപ്പൊ ഈ സെഷനിലേക്ക് നിങ്ങളെ എല്ലാവരെയും വെൽക്കം ചെയ്യുക എന്നതാണ് എന്റെ ദൗത്യം. എന്റെ പേര് മനാൽ. ഞാൻ റിട്ടോറിയയുടെ 3rd ബാച്ച് സ്റ്റുഡന്റ് ആണ്. ഒട്ടും ആത്മവിശ്വാസമില്ലാതെ ഒരാളുടെ കണ്ണിൽ നോക്കി സംസാരിക്കാൻ കഴിയാതെ ഞാൻ ആ സമയത്താണ് ഞാൻ റിട്ടോറിയയിലേക്ക് ജോയിൻ ചെയ്തത്. എനിക്ക് വേണ്ട എല്ലാ ട്രെയിനിങ്ങും തന്നു. എന്നെ ഇന്ന് ഇവിടെ എത്തുന്ന അവസ്ഥയിലേക്ക് എന്നെ ട്രെയിൻ ചെയ്ത് എനിക്ക് സപ്പോർട്ട് തന്ന് ഇവിടെ എത്തിച്ച എന്റെ ട്രെയിനേഴ്സായ റസീന മാമിനും ലൈല മാമിനും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദിയോടൊപ്പം അവരെ ഞാൻ ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം റസീന മാം ആൻഡ് ലൈല മാം. അതുപോലെ ഇന്നത്തെ വെബിനാറിന്റെ ടോപ്പിക്കായ ഫോഗിനെസിനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ലൈഫ് മാസ്റ്ററി കോച്ചും അതുപോലെ ഷാഡോ ടീച്ചറുമായ അതിലുപരി എന്റെ ബാച്ച്മേറ്റ് കൂടിയായ റഷീദ ബാനു മാമിനെ ഞാൻ ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പൊ നിങ്ങളോട് വോട്ട് ഓഫ് താങ്ക്സ് പറയാൻ വേണ്ടി 4th ബാച്ചിലെ ഹന്ന മാമിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇതിലെല്ലാം ഉപരി ഞങ്ങളുടെ ഒരു സന്തോഷവുമായ ഞങ്ങളുടെ ഓഡിയൻസായ നിങ്ങളെ ഓരോരുത്തരെയും എന്റെ പേരിലും ടീം റിട്ടോറിയയുടെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം ഓൾ ഓഫ് യു. അപ്പൊ ഇന്നത്തെ വെബിനാറിന്റെ ടോപ്പിക്കായ ഫോഗിനെസിനെ കുറിച്ച് നിങ്ങളോട് നമുക്ക് റഷീദ ബാനു മാമിനെ സ്വാഗതം ചെയ്യാം. സ്വാഗതം ചെയ്യുന്നതിന് മുന്നോടി നിങ്ങൾ ഓരോരുത്തരും വീഡിയോയിൽ വരികയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ സന്തോഷമായിരിക്കും. അപ്പം പ്ലീസ്. ഓക്കെ, താങ്ക് യു. പ്ലീസ് വെൽക്കം റഷീദ മാം. അപ്പൊ നമ്മൾ ആ യാത്ര പോകുമ്പോൾ നമ്മള് കംഫർട്ടബിൾ ആയിട്ട് പോവാനാണോ നമുക്ക് താല്പര്യം ഉണ്ടാവാം, അല്ലെങ്കിൽ കുറെ ഭാരങ്ങളും ഒരു വലിയ കെട്ടൊക്കെ തലയിൽ വെച്ച് പോവാനാണോ നമുക്ക് താല്പര്യം? എങ്ങനെയാണ് നമുക്ക് ഉണ്ടാവുക? എങ്ങനെയാണ് നമ്മൾ കംഫർട്ടബിൾ ഉണ്ടാവുക? ഒന്ന് ചാറ്റ് ബോക്സിൽ പറയണേ. അപ്പം എന്തായാലും നമുക്ക് കംഫർട്ടബിൾ ആയി പോണെങ്കിൽ നമ്മളെ ഭാരമൊക്കെ ഇറക്കി വെച്ച് നമ്മൾ സമാധാനത്തിൽ പോകാനാണ് നമുക്ക് ആഗ്രഹം ഉണ്ടാകാം. അപ്പൊ ഞാൻ എന്നോട് സംസാരിക്കാൻ വന്നത് എങ്ങനെ നമുക്ക് ഈ ഭാരം ഇറക്കി നമ്മളെ യാത്ര ഒന്ന് നമുക്ക് കംഫർട്ടബിൾ ആയി പോകാനാണ്. അപ്പൊ അതിലും പിന്നെ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഞാൻ റഷീദ ബാനു, ഞാൻ ലൈഫ് മാസ്റ്ററി കോച്ചും അതുകൂടാതെ ഞാൻ എന്റെ മോന്റെ കൂടെ ഷാഡോ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അതിന്റെ അപ്പുറം ഞാൻ റിട്ടോറിയ പബ്ലിക് സ്പീക്കിംഗ് 3rd ബാച്ചില് സ്റ്റുഡന്റ് ആയിരുന്നു. ബേസിക്കും അഡ്വാൻസും കഴിഞ്ഞു. എനിക്ക് ഒരുപാട് കുറെ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയാനും ഷെയർ ചെയ്യാനും ഒരു ആഗ്രഹമുള്ള ഒരു വ്യക്തിയായിരുന്നു. സംസാരിക്കാൻ അറിയാം, പക്ഷെ കോൺഫിഡൻസ് ഇല്ലായിരുന്നു. അപ്പൊ ആ കോൺഫിഡൻസ് തന്നത് നമ്മളെ റിട്ടോറിയ പബ്ലിക് സ്പീക്കിംഗ് കോഴ്സും നമ്മളെ മെന്റേഴ്സ് ആയ ലൈല മാമും റസീന മാമും. താങ്ക് യു ലൈല മാം ആൻഡ് റസീന മാം എനിക്ക് ഈ പ്ലാറ്റ്ഫോം ഒരുക്കി തന്നതിന്. അപ്പൊ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് ഒന്ന് കിടക്കാം. അപ്പൊ എന്താണ് ഈ ഭാരം? ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾ ആലോചിക്കുന്ന ഈ ഭാരകവും എന്റെ ഈ ടോപ്പിക്കുമായിട്ട് എന്താ ഒരു കണക്ഷനും? അതൊരു കണക്റ്റഡ് തന്നെയാണ്. കാഴ്ചാലേ നമ്മൾ മനുഷ്യന്മാരാണ്. തെറ്റെല്ലാവർക്കും പറ്റും. മറ്റുള്ളവര് നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടാവും, അത് അറിഞ്ഞോ അറിയാതെയോ. നമ്മളും ഒരുപാട് ആൾക്കാരെ വേദനിപ്പിച്ചിട്ടുണ്ടാവും. ചില സമയം അത് നമുക്കൊരു തോന്നുന്നുണ്ട്, നമുക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല നമ്മളെ വാക്ക് മറ്റുള്ളവരെ വേദനിപ്പിച്ചിനോന്ന്. അതുകൂടാതെ നമ്മളെ തന്നെ ഒരുപാട് പ്രാവശ്യം വേദനിപ്പിച്ചിട്ടുണ്ടാവും. അത് നമ്മൾ അറിയാണ്ട് ചെയ്തു പോകുന്ന കാര്യമാണ്. അപ്പൊ ഇന്ന് ഞാൻ മെയിനായിട്ട് സംസാരിക്കാൻ വന്നത് നമ്മൾ മറ്റുള്ളവർക്ക് നമുക്ക് എങ്ങനെ പുറത്തു കൊടുക്കാം എന്നാണ്. കാരണം അത് കുറച്ചൊരു ടഫ് ടാസ്ക് ആണ്. അപ്പൊ എങ്ങനെയാണ് നമ്മളിപ്പോ ഒരാൾ നമ്മളെ വേദനിപ്പിച്ചു, ഓക്കെ, ഭയങ്കര വേദനയായിരിക്കും, നമുക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അത് നമ്മളിങ്ങനെ നമ്മളെ ഉള്ളിൽ വെച്ചു, അതിനിങ്ങനെ ഒരു ചെറിയൊരു സ്ക്രാച്ച് ആയിരിക്കും. പിന്നെ അതിനെ നമ്മളിങ്ങനെ ഓർത്ത് അത് വലിയൊരു എന്താ പറയുക ഒരു ബോംബായിട്ട് മാറും. അപ്പൊ അതിനെ കൊണ്ട് നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്? പക്ഷെ പറഞ്ഞാലും
ചെയ്ത ആളും അവര് ചെയ്തു, അവര് പറഞ്ഞു, അവര് പോയി. അവർക്ക് മേ ബി ഓർമ്മ തന്നെ ഉണ്ടാവില്ല നമ്മൾ ഇങ്ങനെ ഒരാളെ ഇങ്ങനെ വേദനിപ്പിച്ചിരുന്നോ, ഇങ്ങനെ ഒരാൾ ഒരു കാര്യം പറഞ്ഞിരുന്നോ, ആ ഓർമ്മ അവരെ ഉണ്ടാവില്ല. അപ്പൊ ഞമ്മക്ക് അതിനെ കൊണ്ട് എന്താന്നൊരു ഗുണം കിട്ടാൻ പോകുന്നു? നമ്മളത് ഓർത്ത് നമുക്ക് ഓർക്കുപോയി, നമ്മളെ വിഷമവും ഇതാവും ഒക്കെ നമ്മളിങ്ങനെ ഓർത്തത് സങ്കടപ്പെട്ടിരിക്കുന്നുണ്ടാവും. ശരിയല്ലേ ഞാൻ പറഞ്ഞേ? എല്ലാവർക്കും ഫീൽ ചെയ്യുന്നില്ലേ? നമ്മൾക്ക് ഇങ്ങനെ ഒരാൾ വേദിച്ച നമ്മൾ എന്താ നമുക്ക് അതിനെ കൊണ്ട് കിട്ടാൻ പോകുന്നത്? അപ്പൊ അതിലും ബെറ്റർ നമ്മൾ എന്താ വേണ്ടെന്ന് വെച്ചാല്, ശരി തന്നെയാണ്, നമുക്ക് ആ സമയത്ത് നല്ലൊരു വേദന തട്ടിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? നമ്മള് അവരെ പുറത്തു കൊടുക്കുക. അപ്പൊ നിങ്ങൾ പറയും, അത് പറയാൻ ഭയങ്കര എളുപ്പമാണ്. ശരി തന്നെയാണ്, പറയാൻ ഭയങ്കര എളുപ്പം തന്നെയാണ്. എങ്ങനെ നമ്മൾ പുറത്തു കൊടുക്കുക? അവനെന്നെ ഭയങ്കര അവളെന്നെ ഭയങ്കര വേദനിപ്പിച്ചു, എനിക്ക് ഞാൻ ഒരിക്കലും പുറത്തു കൊടുക്കൂല, അത് നടക്കുകയേ ചെയ്യൂല ആ സംഭവം. പക്ഷെ അതിനെ കൊണ്ട് അവർക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. സംഭവിക്കുന്ന ഞമ്മക്കാണ്. നമ്മളെ മാനസികാവസ്ഥ, നമ്മൾ തളരും, ഫിസിക്കലി നമ്മൾ ഭയങ്കര ടയർഡാവും. അത് കണ്ട് നമ്മളെ ഫാമിലി ഭയങ്കര വറീഡ് ആവും, മക്കൾക്ക് ടെൻഷൻ ഉണ്ടാവും, നമ്മളെ പാരന്റ്സിനും നമ്മളെ പാർട്ട്നേഴ്സിനും ഭയങ്കര നമ്മളെ അവസ്ഥ കണ്ട് ബുദ്ധിമുട്ടും. കാരണം വെച്ചാൽ ഞാനിത് ഇത്ര ഉറപ്പോട് കൂടി പറയുന്നത് എന്താ വെച്ചാൽ നല്ലൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടിയാണ്. കാരണം ഞാൻ ഒരുപാട് കാലം ആന്റി ഡിപ്രഷൻ ഒക്കെ കഴിച്ച ഒരാളായിരുന്നു. പക്ഷെ പടച്ചോന്റെ ഒരു എന്താ പറയാ, ഒരു ഭാഗ്യം എന്ന് പറയാം, ഞാൻ ഇതിനെ പറ്റി ഒന്ന് അറിഞ്ഞു, ഇതിനെ പറ്റി വായിച്ചു, ഒരുപാട് ആൾക്കാരോട് ഡിസ്കസ് ചെയ്തു. അപ്പോന്ന് ഞാൻ ഇതിന്റെ ഒരു വില മനസ്സിലാക്കിയത് ശരിക്കും ഈ ഫോർഗിവ്നെസ് എന്ന് പറഞ്ഞ സംഭവം എന്തെന്നാ. കാരണം നമ്മളിപ്പോ ഒരാൾ നമ്മളോട് തെറ്റ് ചെയ്ത് നമ്മള് വേറെ ഒരാളോട്, നമ്മള് ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ പേരൻസിനോടോ ആരോടെങ്കിലും പോയി പറഞ്ഞ് അവര് ഒരു മതി വ്യക്തിക്ക് സാരയില്ലെങ്കിൽ കൊടുത്തേക്ക്. അപ്പൊ അതവര് പറയുമ്പോ ഭയങ്കര എളുപ്പത്തിൽ വരുന്ന ഒരു വാക്കാണ്. പക്ഷെ ശരിക്കും നമ്മളത് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന് ഒരു ഫീലിംഗ് വരുന്നത്. എന്താണ് ആ സംഭവം? നമ്മൾ എന്താ ചെയ്യാം? അപ്പൊ നമ്മൾ കുട്ടികളെ കണ്ടിട്ട് മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ കുട്ടികൾ തമ്മിൽ ഭയങ്കര ഫൈറ്റ് ആയിരിക്കും, അടി പിടി മുറിവ് വരെ തട്ടിയിട്ടുണ്ടാവും. പക്ഷെ കുറച്ച് കഴിഞ്ഞ് നോക്കിയാട്ടെ അവർ തമ്മിൽ ഒന്നായിട്ട് കളിക്കുന്നുണ്ടാവും. ആ നടന്ന സംഭവമേ അവർക്ക് ഓർമ്മ ഉണ്ടാവില്ല. ശരിയെന്നില്ല ഞാൻ പറഞ്ഞത്? മേ ബി ചില സമയം ഒരു ഏട്ടത്തിനെത്തിന്റെ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ആയി, ഏട്ടത്തിന്റെ ഇത് തമ്മിൽ ഭയങ്കര അടിയായിരിക്കും ആ കാരണം വെച്ചാല്. പക്ഷെ കുട്ടികൾ കുറച്ച് കഴിഞ്ഞ് ഉണ്ടാവും, അവരെല്ലാം മറന്നു അവര് കളിക്കുന്നുണ്ടാവും. മുറിവിന്റെ കല അവിടെ തന്നെ ഉണ്ടാവും, എന്നാലും അവർ മറന്ന് കളിക്കുന്നുണ്ടാവും. അങ്ങനെയായിരിക്കും നമ്മൾ പുറത്തു കൊടുക്കേണ്ടത്. പുറത്തു കൊടുത്ത വായോട് മാത്രം പറഞ്ഞാൽ പോരാ, അത് പുറത്തു കഴിഞ്ഞാൽ നമ്മൾ അത് ഫുള്ള് നമ്മളെ ലൈഫിൽ നിന്ന് കട്ട് ഓഫ് ചെയ്ത് കളയണം, അതിനെ മായച്ച് കളയണം. പിന്നെ അങ്ങ് ആ ഒരു സംഭവം നമ്മളെ ജീവിതത്തിൽ നടന്നിട്ടേ ഇല്ല. അങ്ങനത്തെ ഒരു ഫോർഗിവ്നെസ് ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ കാരണം വെച്ചാല് അത് നമ്മളിങ്ങനെ അതിങ്ങനെ ഓർത്തു നടന്നു, അത് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാക്കുന്നത്. നമുക്ക് മാനസികവും ശാരീരികവും പ്രശ്നം മാത്രമല്ല, നമുക്ക് ഓരോ കാര്യത്തിൽ നമ്മളിപ്പോ ഭയങ്കര ഒരു ആക്റ്റീവായ ആളായിരിക്കും, പക്ഷെ എന്താവും നമ്മൾ ഡള്ളാവും. നമ്മൾ ഭയങ്കര ഒരു ക്രിയേറ്റിവിറ്റിയിലെ ആളായിരിക്കും, പക്ഷെ നമ്മൾ അതൊക്കെ നമ്മൾ എവിടെയൊക്കെ നമുക്ക് ചെയ്യാൻ മൈൻഡ് ഒരു മൂഡ് വരൂല. നമ്മൾ അതിങ്ങനെ ഓർത്തു കുത്തിരിക്കും. എന്നാലും അവനങ്ങനെ പറഞ്ഞല്ലോ, അവളെങ്ങനെ ചെയ്തല്ലോ. അപ്പൊ നമ്മള് ശരിക്കും നമ്മളെ നല്ലൊരു കാമായി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ, നമുക്ക് അതിനെ കൊണ്ടെന്തോ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്താ നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ ഒന്ന് പറയാം, എന്നാലും എനിക്ക് മനസ്സിലാവും. ഇപ്പൊ നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാല് നമ്മൾ നന്നായി പ്രാർത്ഥിക്കുക, നന്നായി പ്രാർത്ഥിക്കുക. അവർ എന്താ വെച്ചാല് ശരിയല്ല, നമ്മള് നല്ലൊരു കാം ഫേസിൽ കുത്തിരിക്കുക. എന്നിട്ട് നമ്മള് പടച്ചവനോട് പറയാം, പടച്ചവനെ അങ്ങനെ അവരെന്നെ വേദനിപ്പിച്ചു, പക്ഷെ ഞാൻ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ അവരെ പുറത്തു കൊടുക്കുന്നു, ഞാൻ അത് മായ്ച്ചു കളഞ്ഞു. അങ്ങനത്തെ ഒരു സംഭവം എന്റെ ജീവിതത്തിൽ നടന്നിട്ടേ ഇല്ല. പക്ഷെ അത് ഒരു ദിവസം 2 ദിവസം ചെയ്തതിനെ കൊണ്ട് നമുക്ക് ആ കാര്യം ക്ലിയർ ആവൂല. അത് നമ്മളെ ഡെയിലി ബേസിസിൽ ചെയ്യണം. നമ്മൾ ഓർക്കുമ്പോ ഒക്കെ നമ്മൾ അതിനെ നെവർ മൈൻഡ് ചെയ്യണം. കാരണം വെച്ചാല് നമ്മള് ചെറിയൊരു ലൈഫാണ്, നമ്മളെല്ലാരും ഇവിടെ വന്നു, എന്തായാലും നമ്മൾ ഒരു നാൾ തിരിച്ചു പോകേണ്ട ആൾക്കാർ തന്നെയാണ്. അപ്പൊ ആ തിരിച്ചു പോകുന്ന സമയത്ത് നമ്മള് നല്ല മനസ്സോടുകൂടി, നമ്മള് തലയിൽ ഒരു ഭാരങ്ങളൊന്നും ഇല്ലാണ്ട് നല്ലൊരു സമാധാനത്തോടു കൂടി നല്ലൊരു സന്തോഷത്തോടു കൂടി പോകുന്നതല്ലേ ബെറ്റർ? അല്ല, നിങ്ങൾ സ്വന്തം ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഒരാളോട് വെറുപ്പും വെച്ച്, ഒരാളോട് ദേഷ്യം വെച്ച്
എന്നിട്ട് നമ്മൾ ഇവിടുന്ന് പോകുന്നതാണോ നല്ലത്? അല്ല. ആരോടൊരു വെറുപ്പില്ല, ആരോടൊരു ദേഷ്യമില്ല. അപ്പൊ എന്തായിരിക്കും നമ്മളെ ആ ഒരു മടക്കയാത്ര? അതേപോലെ തന്നെ നമ്മളിപ്പോ മറ്റുള്ളവരോട് നമ്മൾ ചെയ്തു പോയിട്ടുണ്ടാവും, നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയിട്ടുണ്ടാവും. ചില സമയം നമുക്ക് അത് ഓർമ്മ തന്നെ ഉണ്ടാവില്ല, അങ്ങനെ നമ്മൾ ചെയ്തിരുന്നല്ലോ. നമ്മള് ഒരു സമയം എന്തെങ്കിലും ഒരു പ്രശ്നത്തിലേക്ക് അത് പറഞ്ഞിട്ടുണ്ടാവും, നമ്മളത് മറന്നു പോകും. മറ്റുള്ളവരും മറന്നു പോകുന്ന പോലെ നമ്മളോട് അത് മറന്നു പോകും. അപ്പൊ നമ്മള് ഈ ഒരു പ്രാർത്ഥനയിൽ ആ ഒരു പ്രാർത്ഥനയെ ഉൾപ്പെടുത്തുക. പഠിച്ചോനെ എന്നോട് ഇങ്ങനെ ചെയ്തു പോയി. നമുക്ക് ഓർമ്മയില്ല കാര്യമായിക്കോട്ടെ, ഓർമ്മയില്ലാതെ ആയിക്കോട്ടെ, നമുക്കെല്ലാം പറയാം. പക്ഷെ നമ്മളെ ക്രിയേറ്റർ, നമ്മളെ റബ്ബ്, അവനെല്ലാം അറിയുന്ന റബ്ബാണ്. അപ്പൊ നമ്മൾ അതും ഇതിൽ ഉൾപ്പെടുത്തുക. പഠിച്ചോനെ എന്നോട് ഇങ്ങനെ ചെയ്തു പോയി. ഞാൻ അറിയാതെ കുറെ തെറ്റുകൾ എൻ്റെ അടുത്ത് വന്നു പോയിട്ടുണ്ടാവും, അതും നീ പുറത്തു തരണം. മേ ബി നമ്മൾ ചെയ്തു പോയ ആൾക്കാർ ഈ വേൾഡിൽ ഉണ്ടാവൂല, അല്ലെങ്കിൽ അവർ വേറെ എവിടെയെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ നമ്മളുമായിട്ട് ഒരു കോണ്ടാക്ട് ഇപ്പൊ ഇല്ല. അപ്പൊ ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ വരെ, അതെങ്ങനെ നമ്മൾ അവരോട് പോയി ചോദിക്കുക? അവരോട് പോയി ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മള് നല്ല മനസ്സോടുകൂടി അവരെ ഇമാജിൻ ചെയ്തു നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. അപ്പൊ അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടിക്കോളും. പിന്നെ അത് കൂടാത്തത്, നമ്മളിപ്പോ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾക്ക് സെൽഫ് ഫോർഗിവ്നെസ് ഉണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു പോയാൽ നമ്മൾ ഒരുപാട് നമ്മളെ തന്നെ കുറ്റപ്പെടുത്തും. ഞാൻ അതങ്ങനെ ചെയ്യേണ്ടതല്ലായിരുന്നു, ഞാൻ എന്താ എങ്ങനെ, എനിക്കൊരു സക്സസ് ഒരു ഇത് കിട്ടുന്നില്ലല്ലോ, അപ്പൊ ഞാൻ ഇങ്ങനെയായി. അതും ശരിക്കും അത് നമ്മളെ പേഴ്സണാലിറ്റിനെ ഭയങ്കര ഡാമേജ് ചെയ്യുന്നുണ്ട്. ഈ എല്ലാ കാര്യം, ഈ ഫോർഗിവ്നെസിന്റെ 3 ഘട്ടം നമ്മളെ പേഴ്സണാലിറ്റിനെ ഭയങ്കര ഡാമേജ് ചെയ്യുന്നു. നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല, നമുക്കൊരു കാര്യം ചെയ്ത് തീർക്കാൻ പറ്റൂല, ഒരു ഫംഗ്ഷൻ, ഒരു പരിപാടിക്ക് നമുക്ക് നല്ല മനസ്സോടുകൂടി നമുക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റൂല. ഈവൻ നമുക്ക് നമ്മളെ കുഞ്ഞു മക്കളെ കളി പോലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റൂല. അപ്പൊ അതിന് നമ്മൾ ഏറ്റവും നല്ലൊരു മാർഗം എന്താണെന്ന് വെച്ചാൽ ഫോർഗിവ്നെസ്. അപ്പൊ അത് നമ്മൾ ഡെയിലി ബേസിസിൽ ചെയ്യാം. ഓർമ്മ വരുമ്പോ ഒക്കെ നമ്മളത് ചെയ്യാം. മാക്സിമം അവരെ പുറത്തു കൊടുക്കാൻ നോക്കുക. പിന്നെ നമ്മൾ അവരെ കാണുമ്പോണ്ടല്ലോ, നമുക്ക് ആ ഒരു ഉള്ളിൽ ഒരു കറ പോലും ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ ഇന്ന് ഞാൻ ഒരാളെ ഫോർഗീവ് ചെയ്തു, നമ്മളിപ്പോ ഒരുപാട് ആൾക്കാർ നമ്മളെ വിഷമിപ്പിച്ചിട്ടുണ്ടാവും, നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവും. ശരിയല്ലേ? നമുക്കിപ്പോ ചില ആളെ മുഖം വരെ ഓർമ്മ ഉണ്ടാവില്ല. നമുക്ക് കുറേ ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പൊ നമ്മൾ ഇത്ര വലിയ ലിസ്റ്റ് എങ്ങനെയാ ഉണ്ടാക്കണ്ടേ? ശരി തന്നെയല്ലേ? അപ്പൊ നമ്മള് എന്താ ചെയ്യണ്ടേ? ഫസ്റ്റ് നമ്മളെ കൂടുതൽ നമുക്കിപ്പോ ഒരു ഓർമ്മ ഉണ്ടാക്കുക, ചില ആൾ നമ്മളെ ഭയങ്കര വേദനിപ്പിച്ച് അവരെ നമ്മള് ഫസ്റ്റ് നമ്മളിങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് പുറത്തു കൊടുക്കലാണ് ഏറ്റവും ഒരു ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, നമ്മൾ നന്നായി മെഡിറ്റേഷൻ ചെയ്യുക. നമ്മളെ കാര്യം അവരിപ്പോ നമ്മളൊരു ഫംഗ്ഷനിലോ അല്ലെങ്കിൽ നമ്മളെവിടെ പുറത്തു പോയി അവരെ കണ്ടുമുട്ടി നല്ല സ്മൈല് കൊടുക്കുക. അപ്പൊ അത് നമുക്ക് മാത്രം വെച്ചാല് നമ്മൾ ഈ ഫോർഗീവ് ചെയ്യുന്നുണ്ടല്ലോ, അത് അവരും ഇൻഡയറക്ട്ലി അത് അവർക്ക് എഫക്ട് ചെയ്യുന്നുണ്ട്. അത് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഞാൻ സ്വന്തം അത് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ്. അതെന്തോ ഒരു കണക്ഷൻ തന്നെയാണ് ശരിക്കും. അത് നമുക്ക് ഇൻഡയറക്ട്ലി നമുക്ക് മനസ്സിലാവും. ആ ശരി തന്നെയാണ്. ആദ്യം അവരെന്നെ നോക്കിയിട്ട് അങ്ങനെ ചെയ്യാറില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ അവരൊക്കെ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും കാണുന്നില്ല. അപ്പൊ അവരെ കണ്ടാൽ നല്ലൊരു സ്മൈൽ പാസ് ചെയ്യുക. കാരണം പിന്നെ നമ്മൾ തോർക്കാൻ പാടില്ല. പിന്നെ അതിന്റെ ശേഷം അവരെന്തെങ്കിലും ചെയ്താൽ അവൻ അന്നും അങ്ങനെ ചെയ്തിരുന്നു, പിന്നെ ഇങ്ങനെ ചെയ്തല്ലോ, അതും നമ്മളെ ആ ഇതിൽ ഉണ്ടാവാൻ പാടില്ല. കാരണം ആകുമ്പോൾ കംപ്ലീറ്റ്ലി നമ്മളിപ്പോ നമ്മളെ ഗാലറിയിൽ ഫോട്ടോസ് ഒക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ അൺവാണ്ടഡ് ഫോട്ടോസ് ഒക്കെ ഡിലീറ്റ് ചെയ്യാറില്ല. ഇത് ഫോട്ടോ ഗാലറി ഒക്കെ എന്ന് പറയുമ്പോൾ പിന്നെ നമ്മളത് ഡിലീറ്റ് ചെയ്താൽ പിന്നെ നമുക്കത് കാണൂല. അതേപോലെ തന്നെയായിരിക്കണം നമ്മളെ ഈ ഫോർഗിവ്നെസ് കൊടുക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഇത് ഉണ്ടെങ്കിലും ഒന്ന് കമന്റ് ബോക്സിൽ പറയണം. എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം, എങ്ങനെയാണ് സംഭവം നടക്കുന്നത്. പിന്നെ നമ്മൾ അവരെ കാണുമ്പോൾ നമുക്ക് ഒരു വെറുപ്പ്, നമുക്കത് പുറത്തുള്ള ആൾക്കാരോ ആയില്ല. നമുക്ക് പാരന്റ്സിനോടും വെറുപ്പുണ്ടാവാം, നമുക്ക് നമ്മളെ മക്കളോടും വെറുപ്പുണ്ടാവാം, നമ്മളെ പാർട്ട്നേഴ്സിനോടും വെറുപ്പുണ്ടാവാം, സ്വാഭാവികമാണ്. പക്ഷെ പിന്നെ നമ്മൾ അത് ഓർത്ത് എടുക്കാൻ പാടില്ല. അവർ വീണ്ടും ചെയ്താൽ നമ്മൾ അത് ഓർത്തെടുക്കാൻ പാടില്ല. കാരണം പിന്നെ അത് ശരിക്കും ഒരു ഫോർഗിവ്നെസ് അല്ല. നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്ക്, 100% ഇത് എഫക്ട് ചെയ്യും. അപ്പൊ ഇതിനു വേണ്ടി
നമുക്കൊരു മെഡിറ്റേഷനിലേക്ക് പോയാലോ? റെഡിയല്ലേ എല്ലാവരും? അപ്പൊ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഞാനൊരു കാര്യം പറയാം. നമ്മൾ ഇപ്പോ ഒരാളെ ചൂസ് ചെയ്യാം. ഇങ്ങനെ നമ്മളെ മെയിനായിട്ട് നന്നായി വേദനിപ്പിച്ച ഒരാളെ നമ്മളെ മുന്നിൽ ഇമാജിൻ ചെയ്യാം. കാരണം ഒരുപാട് ആളാവുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഒരാളെ ഇമാജിൻ ചെയ്യാം. നല്ല നമ്മളെ അറ്റ്മോസ്ഫിയർ നല്ല ശ്രദ്ധിക്കുക. പിന്നെ നമ്മളെ 2 കാലും തറയിൽ പറിച്ചു വെക്കുക. പിന്നെ നമ്മൾ ഐസ് ക്ലോസ് ചെയ്യുക. നമ്മളെ വലത്തെ കൈയെടുത്ത് നെഞ്ച് ചേർത്ത് വെക്കുക. എന്നിട്ട് നമ്മളെ നല്ല രീതിയിൽ നമ്മളെ ഐസ് ക്ലോസ് ചെയ്യാം. നമുക്ക് മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാം. നമ്മളെ മുന്നിൽ ആ ഒരു വ്യക്തി ഇരുന്നിട്ടുണ്ട്. നിങ്ങൾ ഭയങ്കര വേദനിപ്പിച്ച ഒരാളെ തന്നെയാണ്. നിങ്ങൾക്ക് അവരെ കാണാൻ പോലും ഇഷ്ടമല്ല. പക്ഷെ എങ്കിലും നിങ്ങൾ ഇത് ചെയ്തേ പറ്റും. എന്തിനു വേണ്ടി? നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളെ മെന്റൽ ഹെൽത്തിന് വേണ്ടി, നിങ്ങളെ ഫിസിക്കൽ ഹെൽത്തിന് വേണ്ടി, നിങ്ങളെ ഫാമിലിക്ക് വേണ്ടി ഇത് നിങ്ങൾ ചെയ്തേ പറ്റും. അപ്പൊ നമുക്ക് മെഡിറ്റേഷനിലേക്ക് കിടക്കാം. ആ വ്യക്തി നിങ്ങളെ മുന്നിൽ ഇരുന്നിട്ടുണ്ട്. നിങ്ങൾ അവരെ കണ്ണിൽ നോക്കി സംസാരിക്കുക. നിങ്ങൾ എന്നോട് ചെയ്ത് വളരെയധികം തെറ്റാണ്. നിങ്ങൾ എന്നെ അപമാനിച്ചു, ദ്രോഹിച്ചു. അതെനിക്ക് സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു. എന്തിനാണ് നിങ്ങൾ എന്നെ അങ്ങനെ ചെയ്തത്? എന്നെ ഇങ്ങനെ വേദനിപ്പിച്ചത്? അതിന് മാത്രം എന്താണ് ഞാൻ നിങ്ങളോട് തെറ്റ് ചെയ്തത്? തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് ഡയറക്റ്റ് പറയാമായിരുന്നു. ഇന്ന് എന്റെ ജീവിതത്തിലുള്ള വിഷമത്തിലും വേദനക്കും കാരണക്കാരും നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. നിങ്ങൾക്ക് പുറത്തു തരണോ ഇല്ലയോ, അതിന് നിങ്ങൾക്ക് അർഹത ഉണ്ടോ ഒന്നും ഞാൻ അറിയില്ല. പക്ഷെ ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാൻ തയ്യാറായത് എന്റെ മാനസിക പ്രശ്നം തീരാനും എന്റെ ശാരീരിക ബുദ്ധിമുട്ടും ഒരുപാട് കാര്യത്തിന് ഞാൻ ഓരോ ബ്ലോഗ്സിൽ പെട്ടിട്ടാണ് ഉള്ളത്. അതെന്റെ ഫാമിലിക്കും ബാധിക്കുന്നുണ്ട്. ഈവൻ എന്റെ നെയ്ബേഴ്സിനും എന്റെ റിലേറ്റീവ്സിനും ഒക്കെ ബാധിക്കുന്നുണ്ട്. എന്റെ ലൈഫ് തന്നെ ഡിസ്ട്രോയ് ആയിപ്പോയി ഈ ഒറ്റൊരു കാരണവശാൽ. അതുകൂടാതെ നമ്മളെ പ്രഭു, നമ്മളെ ക്രിയേറ്റർ, നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും നമ്മളെ പുറത്തു തരുന്നുണ്ട്. ആ പുറത്തു തരുന്ന ലക്ഷണം തന്നെയാണ് നമ്മൾ എല്ലാ മോർണിംഗും നമ്മൾ വേക്കപ്പ് ആണ് നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഞാനൊരു മനുഷ്യനായിട്ട് എനിക്ക് എന്തുകൊണ്ടും അത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയല്ല, ഞാൻ എനിക്ക് വേണ്ടി, എന്റെ സമാധാന സന്തോഷത്തിന് വേണ്ടി ഞാൻ നിങ്ങളെ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ നിങ്ങളെ പുറത്തു തരുന്നു. നിങ്ങൾക്ക് ഞാൻ മാഫിനെ തരുന്നു. എന്റെ ഉള്ളിൽ നിങ്ങളെ പറ്റി ഒരു വെറുപ്പും ഒരു ദേഷ്യവും ഒരു കടുമണി തൂക്കം പോലും ഒരു കറുപ്പും എന്റെ ഉള്ളിൽ ഉണ്ടാവില്ല. ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ എന്റെ സമാധാനത്തിന് വേണ്ടിയാണ്, എന്റെ കുടുംബത്തിന് വേണ്ടിയാണ്. കാരണം വെച്ചാൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും, പക്ഷെ ഈ ഒരു കാരണവശാല് എല്ലാം മുടങ്ങി ഞാൻ ഒരു രോഗിയായി എന്റെ സമയം ഇങ്ങനെ വേസ്റ്റ് ആയി പോകും. അപ്പൊ ഞാൻ നിങ്ങൾ ചെയ്ത എല്ലാ തെറ്റുകളും
ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, ഞാൻ എല്ലാം നിങ്ങളെ പുറത്ത് നിങ്ങൾക്ക് മാപ്പ് തന്നു, മാപ്പ് തന്നു, മാപ്പ് തന്നു. നിങ്ങൾ ഇത് അവരെ കണ്ണിൽ നോക്കിയിട്ട് എന്നെ പറയാം. ഇതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ഇമാജിൻ ചെയ്യാം, നിങ്ങളെ തലയിൽ വലിയൊരു ഭാരം, വലിയൊരു കെട്ട് നീങ്ങിപ്പോയി. നിങ്ങൾ ഭയങ്കര കാമാണ്, നിങ്ങൾ ഭയങ്കര ലോ വെയിറ്റ് ആയി തോന്നാം. നിങ്ങൾ ഇങ്ങനെ കാറ്റിൽ ഇങ്ങനെ പറന്നു പോകുന്ന പോലെ ഫീൽ ചെയ്യാം. അവരെ മുഖം നോക്കി ഒന്ന് സ്മൈൽ പാസ് ചെയ്യാം. ഹഗ് ചെയ്യാൻ പറ്റിയ ആളാണെങ്കിൽ ഹഗ് ചെയ്യാം, കൈ കൊടുക്കാൻ പറ്റിയ ആണെങ്കിൽ കൈ കൊടുക്കാം, അല്ലെങ്കിൽ അവരെ സന്തോഷത്തോടെ നോക്കാം. അങ്ങനെ ഒരു സംഭവം ഒന്നും നടന്നു. ഇനി നിങ്ങൾ അവരെ ഓർക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എപ്പോഴും പ്രാർത്ഥന മാത്രമേ നിങ്ങളെ നാവിലുണ്ടാവാൻ പാടുള്ളൂ. മറ്റുള്ളവരെ എന്ത് പറഞ്ഞു, ഒരുപാട് ആൾക്കാർ പറയും പണ്ടവർ അങ്ങനെ ചെയ്തു, പക്ഷെ അതൊക്കെ നിങ്ങൾ കട്ട് ഓഫ് ചെയ്തു, അത് മയച്ചു കളഞ്ഞു. ഇനി അത് നിങ്ങളെ ജീവിതത്തിൽ വരില്ല. ഇനി അവർക്ക് വേണ്ടി എപ്പം നിങ്ങൾ കുടുംബത്തിന് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കുന്നു അതേ പ്രകാരം അവർക്കും വേണ്ടി പ്രാർത്ഥന മാത്രം, പ്രാർത്ഥന മാത്രം. ഇനി നിങ്ങൾ നന്നായി ഒന്ന് ബ്രീത്ത് ചെയ്യാം. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാ വിഷമങ്ങളും എല്ലാ പ്രശ്നങ്ങളും ഒരു പുകയായിട്ട് പുറത്തേക്ക് പോയി. ബ്രീത്ത് ഇൻ ചെയ്യുന്ന സമയത്ത് സന്തോഷങ്ങളും സമാധാനങ്ങളും മാത്രം. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം നമ്മൾ ബ്രീത്ത് എടുക്കുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഇനി നിങ്ങളെ കൈ നന്നായി ഒന്ന് റബ്ബ് ചെയ്യാം. എന്നിട്ട് നിങ്ങളെ മുഖം ഒന്ന് തടവാം. എന്നിട്ട് നിങ്ങളെ ഐസ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പൊ ഇന്ന് ഈ മെഡിറ്റേഷനോട് കൂടി നിങ്ങൾ ആ വ്യക്തിക്ക് എല്ലാം പുറത്തു കൊടുത്തു. ഇനി അവർക്ക് വേണ്ടി പ്രാർത്ഥനകൾ മാത്രം. അപ്പൊ ഞാനീ പറഞ്ഞ കാര്യം ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ഡെയിലി ഇത് അപ്ലൈ ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങൾ മാത്രമല്ല, നിങ്ങളെ മക്കൾക്കും പറഞ്ഞു കൊടുക്കുക, നിങ്ങളെ റിലേറ്റീവ്സിനും പറഞ്ഞു കൊടുക്കുക. നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കും, റിസൾട്ട് 100% ആണ്. ഓക്കെ, അപ്പം ഞാൻ താങ്ക്സ് പറയാൻ പോകുന്നത് എനിക്ക് ധൈര്യം തന്ന എൻ്റെ മെന്റേഴ്സിനാണ്, ലൈല മാമും റസീന മാമും. താങ്ക് യു ലൈല മാം, താങ്ക് യു റസീന മാം, ആൻഡ് താങ്ക് യു റെറ്റോറിയ പബ്ലിക് സ്പീക്കിംഗ്. ആൻഡ് ഇനി ഇൻഷാല്ലാ നെക്സ്റ്റ് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് തന്നെ കാണാം. ഓക്കെ, ഓവർ ടു യു മനാൽ മാം. താങ്ക് യു റഷീദ മാം. അപ്പൊ റഷീദ മാമിന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ മെഡിറ്റേഷനും നല്ലൊരു മെഡിറ്റേഷൻ ആയിരുന്നു. അപ്പൊ ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യുക. മറ്റുള്ളവരോടുള്ള ദേഷ്യങ്ങളും മറ്റുമെല്ലാം ഈ മെഡിറ്റേഷൻ വഴി ഒഴിവാക്കുക ശരി മനസ്സിൽ നിന്ന്. എന്നിട്ട് മനസ്സ് ക്ലിയർ ആക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അതല്ല ഫീഡ്ബാക്കോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അഡ്മിറ്റ് ചെയ്ത് പറയാൻ പറ്റും. അപ്പൊ ഓക്കെ, നിങ്ങൾ ആരെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിച്ചോളൂ. ആർക്കും ഒന്നും സംസാരിക്കാനില്ല? ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എന്റെ പേര് അസിയ ഷമീർ. ഞാൻ ഇതിലെ ഒരു സ്റ്റുഡന്റും കൂടിയാണ്. ഓക്കെ, നല്ല ക്ലാസ് ആയിരുന്നു.
എന്താ പറയാ, ഫോർഗീവ്നെസ് എന്നും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിച്ചുകൂടാൻ പാടില്ലാത്തൊരു സംഭവമാണ്. കാരണം നമുക്ക് ആരുടെയും ഭാരങ്ങൾ നമ്മൾ ചുമന്നുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എപ്പോഴും ഫ്രീ ആയിട്ടിരിക്കുക, മനസ്സിന് ശാന്തതയും സമാധാനവും കൊടുക്കുക എന്നുള്ളതാണ്. നല്ല ക്ലാസ് ആയിരുന്നു, നല്ല മെഡിറ്റേഷൻ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. ഈ ഒരു കോഴ്സിൽ വന്നതുകൊണ്ട് തന്നെ ഇത്രയധികം മാറ്റങ്ങൾ എന്നിൽ ഉണ്ടായത് അൽഹംദുലില്ലാ, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇതിലേറെ എൻ്റെ പ്രിയപ്പെട്ട മെന്റേഴ്സായ റസീന മാമിനും ലൈല മാമിനും ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ എൻ്റെ കൂടെ പഠിച്ച ആ സഹപാഠികൾക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നല്ല അവസരങ്ങൾ ഇതിലുണ്ടാവട്ടെ, നല്ല നല്ല കോഴ്സുകളെല്ലാം ഇനിയും വരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇനി ആർക്കും പറയാനില്ലേ? ഫീഡ്ബാക്കോ അല്ലെങ്കിൽ നിങ്ങൾ സംശയങ്ങളോ? അസ്സലാമു അലൈക്കും ആൻഡ് ഗുഡ് ഈവനിങ് എവ്രിവൺ. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടാണ്. മാഷാ വളരെ പ്ലസന്റ് ആയിട്ടാണ് ഇവിടെ റഷീദ് എല്ലാ കാര്യങ്ങളും അവതരിപ്പിച്ചിട്ടുള്ളത്. ഗ്രേറ്റ് വർക്ക്. പിന്നെ ഒരുപാട് സ്ട്രഗിൾസ് ഫേസ് ചെയ്തിട്ട് അതിനൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് ഇന്നിങ്ങനെ സമൂഹത്തിന്റെ മുന്നിൽ വന്നിരുന്ന് ഇത്രയും ധൈര്യത്തോടെ സംസാരിക്കാൻ കാണിച്ച ആ ഒരു മനസ്സിന്, ആ ഒരു പവറിനെ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഒരുപാട് ദൂരങ്ങളിൽ മുന്നോട്ടേക്ക് പോകാൻ കഴിയട്ടെ. ആഗ്രഹിച്ച എല്ലാ സ്വപ്നങ്ങളും നേടിയെടുക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആൻഡ് ഈ പവർ ഓഫ് ഫോർഗിവ്നെസ് എന്ന് പറയുന്ന ഇങ്ങനൊരു ടോപ്പിക്ക് ചൂസ് ചെയ്തതിലും അത് സമൂഹത്തിന് അതിൻ്റെ ഒരു നല്ലൊരു മെസ്സേജ് കൊടുത്തതിലും അഭിനന്ദിക്കുന്നു. താങ്ക്സ് ഷിത, ആൻഡ് താങ്ക്സ് ഫോർ ദ ടീം. ഗ്രേറ്റ് വർക്ക്. താങ്ക് യു. Thank you. ഇനി ആരും ഇല്ലേ? ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഞാൻ വീഡിയോയില് വരുന്നില്ല, കിച്ചണിലാണ്. ഞാന് നസീറ, 4th ബാച്ച് ആയിരുന്നു. സൂപ്പർ സെഷൻ ആയിരുന്നു കേട്ടോ. ഫോർഗീവ്നെസ്, ആ മെഡിറ്റേഷൻ സൂപ്പർ. അതൊരു ഫീലോട് കൂടിയിട്ട് കിച്ചണിനൊക്കെ ഓടി വന്ന് ഇരുന്ന് ചെയ്യാനായിട്ട് പറ്റി. ഓക്കെ റഷീദ മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു. പിന്നെ നമ്മളിത് പറയാനുള്ളത്, നമുക്ക് ഈ കോഴ്സ് ഇപ്പോ ഈ ബാച്ച് 4th ബാച്ചാണ് ഞാൻ കഴിഞ്ഞത്. നല്ലൊരു കോഴ്സാണ്. നമുക്ക് എല്ലായിടത്തും സംസാരിക്കണം. നമ്മളൊരു സ്കില്ല് നമുക്ക് അപ്പൊ നമ്മള് ഹൗസ് വൈഫ് ഒക്കെ എന്തിനപ്പോ നമുക്ക് അങ്ങനെ ഒരു ഇതുണ്ടാവും, നമ്മൾ ഹൗസ് വൈഫ് അല്ലേ, എന്തിനാ നമുക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കണ, ഒരു സ്കില്ല് എന്തിനൊരു ആവശ്യം ഉണ്ടെന്നൊക്കെ അത് നമ്മൾ തോന്നലായിരുന്നു ഇപ്പൊ മനസ്സിലായി. എനിക്ക് അങ്ങനെ വന്നിരുന്നു. നമുക്ക് വീട്ടിൽ പോലും നമുക്ക് സംസാരിക്കാന്, നമ്മള് ഞാൻ ഹസ്ബൻഡിനോടാവട്ടെ നമ്മൾ അത്ര സംസാരിക്കാത്ത ഒരു ആളായിരുന്നു. ഇപ്പൊ എല്ലാം തുറന്ന് പറയുന്ന ഒരു ഇത്, അതിന് പോലും നമ്മളെ മക്കളോടാവട്ടെ, നമ്മളെ മക്കളെ സ്കൂളിലാവട്ടെ, നമ്മുടെ അയൽവാസി, നമ്മുടെ ചുറ്റുപാടിലാവട്ടെ, നമുക്ക് നല്ല സംസാരിക്കാൻ കഴിയുന്നുണ്ട്. ഈ ഒരു കോഴ്സ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയുന്നതും. അത് നമ്മൾ യെസ് ഓർ നോ, അത് യെസ് പറയുന്നിടത്ത് യെസ് പറയാനും നോ പറയുന്നിടത്ത് നോ പറയാനും ഈ കോഴ്സിൽ വന്നതിന് ശേഷമാണ് ഞാൻ പഠിച്ചത്. അതിന് റസീന മാമിനും ലീല മാമിനൊക്കെ ഒരുപാട് താങ്ക്സ്. താങ്ക് യു. ഹലോ റഷീദ മാം, സൂപ്പർ ക്ലാസ് ആയിരുന്നു. നിങ്ങൾ എന്റെ ക്ലാസ്മേറ്റ് ആണ്. അടിപൊളി. വെരി നൈസ്. താങ്ക് യു. കീപ് ഗോയിങ് മാം. താങ്ക് യു സോ മച്ച്. ഇനി ഹലോ, ടോർണി സമയം നെറ്റ് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ വൈകിയാണ് കയറിയത്. എങ്കിലും റഷീദാമ്മയുടെ നല്ല മെഡിറ്റേഷൻ ഒന്ന് കണ്ട് കേട്ടത് കൊള്ളാം. എല്ലാം നന്നായിരുന്നു. പിന്നെ എന്നെ അറിയോ? ഞാൻ മെഹർജാനാണ്, തിരുവനന്തപുരമാണ്. എന്നെ അറിയോ? റസീനമ്മ എന്നെ ഇതില് കയറ്റിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇപ്പൊ പുതിയതായിട്ട് ഞാൻ കാണുകയാണ്.
മെഡിറ്റേഷൻ നന്നായിരുന്നു, കൊള്ളാം. എല്ലാരും ഉയരട്ടെ. അള്ളാഹു അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്. എല്ലാം നല്ലതുപോലെ എല്ലാവരും നന്നായി വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അള്ളാഹിനോട്. നമ്മുടെ EFT ഞാൻ 17ാം ബാച്ചിലായിരുന്നു EFT എടുത്തത്. എല്ലാം നന്നായിരുന്നു, മെഡിറ്റേഷനൊക്കെ നന്നായിരുന്നു. ഇനി എന്തെങ്കിലും ഉണ്ടാ ക്ലാസ്? ആരാ വിളിക്കുന്നു? ഹലോ, ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇനി ആർക്കും സംസാരിക്കാനില്ലെന്ന് വിചാരിക്കുന്നു. അപ്പോ ഹലോ, ഹലോ, അസ്സലാമു അലൈക്കും മാം. ഇപ്പൊ വലൈക്കും അസ്സലാം. കേൾക്കാവോ? ഓ, കേൾക്കാം, പറഞ്ഞോളൂ. ആ, ഓക്കെ. ഒന്നുമില്ല, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഫോർഗിവ്നെസ്സിനെ കുറിച്ച് വളരെ നന്നായിട്ട് വിശദമായിട്ട് പറഞ്ഞെന്ന് ഒരു നല്ലൊരു ഫീലിംഗ് കിട്ടി. നല്ലൊരു മെഡിറ്റേഷനും കൂടിയായിരുന്നു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മാം എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറഞ്ഞതിന് വളരെ വളരെ നന്ദി. നമുക്ക് സംസാരിക്കാനുള്ള കഴിവ്, ഇത് നല്ലൊരു ചാൻസ് ആണ് ലേഡീസിന്. ഞാൻ ഇതുപോലെ ഖത്തറിൽ ഗൾഫിൽ ടോസ്റ്റ് മാസ്റ്റേഴ്സ് ക്ലബിലൂടെയാണ് വളർന്നു വന്നത്. അവിടെ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയതുകൊണ്ട്. അതുപോലെ ഇവിടെ കേരളത്തിലൊന്നും ഇങ്ങനെയൊന്നും കേട്ടിരുന്നില്ല. ഇപ്പൊ റൊട്ടേറിയാണെന്ന് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് അറിയുന്ന ഒരു ഇതുപോലത്തെ ഒരു പ്ലാറ്റ്ഫോം ലേഡീസിന് കൊടുക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. നമ്മള് അധികവും എല്ലാവരും വീട്ടിന്റെ ഉള്ളിൽ തളച്ചിടപ്പെടും പോലെ, കൂടുതൽ പേരും കേട്ടോ, എല്ലാവരും അല്ല, പക്ഷെ അങ്ങനെയാണല്ലോ പൊതുവെ കാണാറ്. പക്ഷെ ഇപ്പോഴത്തെ പുതിയ തലമുറ മാത്രമല്ല, ഇപ്പോഴത്തെ ഈ അവസരത്തിൽ ഒരുവിധം എല്ലാവരും മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്ന വനിതകൾ തന്നെയാണ്. അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഒരു സീനിയർ എന്ന നിലക്കാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചെറുപ്പക്കാരൊക്കെ മുന്നോട്ട് ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ വരുന്നത് കാണുമ്പോൾ. എന്തായാലും റൊട്ടേറിയ ചെയ്യുന്നത് ചെറിയ കാര്യമൊന്നുമല്ല, ഭയങ്കര ഒരു വലിയൊരു കാര്യം തന്നെയാണ്. എന്തായാലും നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. റസീന മാം അതുപോലെ ലൈല മാം ഒക്കെ ആണെന്ന് തോന്നുന്നല്ലേ ഇതിന്റെ ലീഡർഷിപ്പിലുള്ളത്. എന്തായാലും അവർക്ക് പ്രത്യേക ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, ഒരു വലിയൊരു താങ്ക്സ്. ഇതിനേക്കാളും വലിയ ഉയരങ്ങളിൽ എത്തട്ടെ. ഒരുപാട് വനിതകൾക്ക് നല്ലൊരു അവസരം കൊടുക്കുന്നതിന് നിങ്ങളെ ഇനിയും പ്രപഞ്ചനാഥൻ ഉയരങ്ങളിൽ എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട്, അൽഹംദുലില്ലാ നല്ല ഇതായിരുന്നു കേട്ടോ. ഞാൻ കഴിയുന്നത് നിങ്ങളെ പ്രോഗ്രാം ഒന്നും മിസ്സാക്കാറില്ല. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു. അസ്സലാമലൈക്കും. ഞാൻ സബീറയാണ്, 27th ബാച്ചിലെ. ഹന്ന മാം ആണ് എനിക്ക് ലിങ്ക് ഇട്ട് തന്നത്. ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളുടെ ഈ ക്ലാസ്സിൽ കയറുന്നത്. അൽഹംദുലില്ലാ, നല്ലൊരു കുറച്ച് സമയം കൊണ്ട് മാം പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിച്ചു. നല്ല മെഡിറ്റേഷൻ ആയിരുന്നു. താങ്ക് യു റഷീദ മാം. ആരാണ് ഇതിന്റെ ബാക്കിൽ നിന്നൊന്നും എനിക്കറിയില്ല. ഹന്ന മാം ഇപ്പൊ ലിങ്ക് ഇട്ട് തന്നതാണ്. ബാക്കി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പരിചയപ്പെട്ടോളാം. ഓക്കെ, താങ്ക് യു ഓൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബുഷ്രയാണ്. വീഡിയോയിൽ വരാനുള്ള സാഹചര്യമല്ല, എങ്കിലും ഒരു 2 വാക്ക് പറയാം. റസീന മാമിന്റെ എന്താ പറയാ, ഓരോ പരിപാടികൾ ഞാൻ വീക്ഷിക്കാറുണ്ട്. പക്ഷെ ഈ വിക്ടോറിയയിൽ എനിക്ക് ജോയിൻ ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല. എനിക്ക് ഒരു മാസം മുമ്പേ എനിക്കൊരു പബ്ലിക് സ്പീച്ചിന്റെ ഒരു പെട്ടെന്ന് എന്നിൽ വന്നതായിരുന്നു. ഞാൻ പോയിട്ട് അവിടെ സംസാരിക്കണം എന്നുള്ളത്. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് റസീന മാമിനായിരുന്നു. ഞാൻ സലാം ചൊല്ലിയിരുന്നു ആ ദിവസം. റസീന മാമിന് ഓർമ്മ ഉണ്ടാവും. പക്ഷെ സമയം കിട്ടിയില്ല, കാരണം അന്ന് തന്നെ എനിക്ക് പോകേണ്ടിയിരുന്നു. അങ്ങനെ എന്തോ ഞാന് നസീറ മാമായിട്ട് സംസാരിച്ചു. ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ട്. കുറെ നാളെ കൂടിയിട്ടാണ് ഞാനിങ്ങനെ ഇതിനായിട്ട് ഒരു ചാൻസ് കിട്ടിയപ്പോ അത് ഞാൻ ഏറ്റെടുത്ത്. എന്താ പറയാ, കുറച്ചൊരു ടെൻഷനൊക്കെ ഉണ്ട്. പക്ഷെ അൽഹംദുലില്ലാ എനിക്ക് അവിടെ അത് നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റി. അതോടുകൂടി ഞാൻ തീരുമാനിച്ചു എനിക്കിത് എന്തായാലും ഈ ഒരു കോഴ്സ് ചെയ്യണം എന്നുള്ളത്. ഇപ്പൊ ഞാനിവിടെ സൗദിയിലായതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യം കിട്ടിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സ് ഞാൻ പഠിച്ചിരിക്കും എന്നുള്ളൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. മാഷാ അല്ലാഹ്, നല്ലൊരു സെഷനായിരുന്നു ഇന്നത്തെ. റഷീദ മാമിനെ പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യുന്ന നല്ലൊരു മെഡിറ്റേഷൻ ആയിരുന്നു. കാരണം ഈ ഫോർഗിവ്നെസ് എന്ന് പറയുന്നത് ചെറിയൊരു സംഗതിയൊന്നും അല്ല അല്ലെ. ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിനൊക്കെ എടുക്കേണ്ടതുണ്ടായിരുന്നു. അത് ഞാൻ ഈ സമയത്ത് എടുത്ത് അൽഹംദുലില്ലാ ഒന്നുകൊണ്ട് ക്ലിയർ ആയി. ഭയങ്കര ഹാപ്പിയാണ്. അൽഹംദുലില്ലാ. സന്തോഷാണ്. ജസാക്കുമുല്ലാഹ് ഖൈറൻ കസീറൻ. ഈ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഏതെങ്കിലും ഗ്രൂപ്പിലോ മറ്റോ ഇടാൻ പറ്റുമോ?
ആർക്കെങ്കിലും അയച്ചു കൊടുക്കാലോ ആവശ്യമുള്ളവർക്ക്. ഞാന് ഓക്കെ. ഒരു സെക്കൻഡ് ഞാന് സെഷനിൽ സാധാരണ നമ്മുടെ സ്പീക്കേഴ്സ് സംസാരിക്കുന്ന സെഷനിൽ നമ്മൾ സംസാരിക്കാറില്ല. സാധാരണ ഞാനും ലൈലമാമും സംസാരിക്കാറില്ല. ഈ ട്യൂസ്ഡേ വെബിനാറിൽ അവരാണ് കംപ്ലീറ്റ് സംസാരിക്കാറ്. വെൽക്കം സ്പീച്ചും അതേപോലെ തന്നെ വോട്ട് ഓഫ് താങ്ക്സും സെഷനൊക്കെ അവർ തന്നെയാണ്. പക്ഷെ ഇന്നത്തെ സെഷൻ എനിക്കെന്തോ സംസാരിക്കാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം അത്രയും നല്ലൊരു ഫീഡ്ബാക്ക് ആണ്, അല്ലെങ്കിൽ ആ ഒരു എൻക്വയറി ആണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട്. ആ ഒരു സപ്പോർട്ടാണ്. ആ ഒരു സപ്പോർട്ട് ഞാൻ ആദ്യമായിട്ടൊരു ഗ്രാറ്റിറ്റ്യൂഡ് പറയാണ്. നമ്മുടെ കോഴ്സ് ചെയ്ത ഒരുപാട് ആളുകൾ ഈ പ്ലാറ്റ്ഫോമിൽ ഞാൻ കാണുന്നുണ്ട്. അതേപോലെ തന്നെ അവർ ഇൻവൈറ്റ് ചെയ്ത ആളുകളെ കാണുന്നുണ്ട്. അപ്പൊ എനിക്ക് രണ്ടു വാക്ക് സംസാരിക്കാതെ പോയി കഴിഞ്ഞാൽ അത് ഞാൻ ചെയ്യുന്ന ഒരു നിങ്ങളോട് ചെയ്യുന്ന ഒരു നന്ദികേടാവും തോന്നിയത് കൊണ്ട് ഞാൻ സംസാരിക്കുകയാണ്. അപ്പൊ നമ്മുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ, കാരണം ഇപ്പൊ ഇവിടെ റഷീദ ബാനു മാമിനെ കുറിച്ച് രശ്മി എന്ന് ഞാൻ പേര് കണ്ടത്, ഒരാളൊരു ഫീഡ്ബാക്ക് പറഞ്ഞല്ലോ. അത്രയും ലൈഫിൽ അങ്ങനെയുള്ള ഒരു ചലഞ്ചിങ് സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്ന ഒരാളാണ് റഷീദ മാം. ഇപ്പോ വളരെയധികം ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ, പക്ഷെ ആ ചലഞ്ചിങ് സിറ്റുവേഷൻ ഒക്കെ ഒരു സൈഡിൽ വെച്ചുകൊണ്ട് ഈ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തപ്പോൾ നമ്മൾക്ക് ആർക്കും അത് മനസ്സിലാവുന്നില്ല. റഷീദ മാമിനെ ഇപ്പൊ നമ്മളുടെ മുന്നിൽ കാണുമ്പോൾ അത്രയും നമുക്ക് റെസ്പെക്ട് തോന്നുന്ന, അല്ലെങ്കിൽ നമുക്ക് അത്രയും ഒരു ഇങ്ങനെ ഒരു സ്കില്ലുള്ള, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓഡിയൻസിന് മുമ്പിൽ സംസാരിക്കാൻ പറ്റുന്ന ഒരാളായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ അതേപോലെ തന്നെയാണ്. അപ്പൊ അങ്ങനെ ഇതേപോലെ കാര്യങ്ങൾ എൻഗേജ്ഡ് ആവുന്ന സമയത്ത് റഷീദ മാമും ആ വിഷമങ്ങളൊക്കെ മറന്നിട്ട് എൻഗേജ്ഡ് ആയിട്ട് വരികയാണ്. അപ്പൊ ഇപ്പൊ ഇവിടെ ഖമറുന്നിസ മാം പറഞ്ഞു, അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ ഈ പറഞ്ഞു ഇത് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കുന്നത്. അപ്പൊ നമ്മള് ആദ്യമൊക്കെ ജെൻസിനും കൂടെ കൊടുക്കുകയായിരുന്നു. പിന്നീട് നമുക്ക് തോന്നി അല്ല, നമ്മൾ കൂടുതൽ കണക്റ്റിംഗ് ആവുന്നത്, അല്ലെങ്കിൽ നമ്മളുമായിട്ട് കൂടുതൽ കണക്റ്റിംഗ് ആവുന്നത് ഇതുപോലുള്ള ലേഡീസ് ആണ്. അവർക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ആവശ്യമുണ്ട്. അവരിതിന് തയ്യാറാണ്. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അവർ മുന്നിലേക്ക് വരാൻ, അവര് മുന്നിലേക്ക് വരാന്ന് പറഞ്ഞാൽ അവരിലൂടെ ഇങ്ങനെ ഒരു, ഇപ്പൊ ഒരു മെഡിറ്റേഷൻ കൊടുത്തതിലൂടെ ഇങ്ങനെ ഒരു വെളിച്ചം, ഇപ്പൊ നമ്മുടെ പ്ലാറ്റ്ഫോമിലുള്ള ഒരുപാട് ആളുകൾ ഇങ്ങനെ സംസാരിക്കുകയും വലിയൊരു ഗ്രൂപ്പിനെ ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നവരൊക്കെ ഉണ്ട് നമ്മുടെ കോഴ്സ് കഴിഞ്ഞ ആളുകൾ. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ കമ്പൽ ചെയ്യാന്നുള്ളതല്ല, നമ്മൾ ഒരിക്കലും ഒരു കോഴ്സ് പ്രൊമോഷൻ വേണ്ടിയിട്ടല്ല ഈ ഒരു ട്യൂസ്ഡേ സെഷൻ വെക്കുന്നത്. കാരണം ഇവരുടെ കഴിവ് മുന്നോട്ട് കൊണ്ടുവരണം, ഇവർക്ക് കോൺഫിഡൻസ് കൊടുക്കണം. ഇപ്പൊ വെറുതെ ഒരു ക്ലാസ് എടുത്ത് ഓൺലൈൻ ക്ലാസ് എടുത്ത് പോവാന്നല്ലാതെ അവർക്ക് പ്ലാറ്റ്ഫോം കൊടുത്ത്, അവസരം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി, അവരുടെ കോൺഫിഡൻസ് ഒന്ന് ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ്. അപ്പൊ അതിൽ ഞങ്ങൾ സാധാരണ സംസാരിക്കാറില്ല. എന്നാൽ ഇത്രയും ആളുകൾ ഫീഡ്ബാക്ക് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഒന്ന് സംസാരിക്കണമെന്ന്. അതുകൊണ്ടാണ് ഇത്രയും വാക്കുകൾ പറഞ്ഞത്. നമ്മുടെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ മനാലാമ, അതേപോലെ തന്നെ വോട്ട് ഓഫ് താങ്ക്സ് പറയുന്ന ആളുകളൊക്കെ പറയും. നമ്മുടെ ആ ഗ്രൂപ്പ് ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാറ്റ് ബോക്സിൽ ഉണ്ട്. അവിടെ നമ്മുടെ നമ്പറും ഉണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കോഴ്സ് ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടി. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു ഓൾ. ഓവർ ടു യു മനാൽ മാം. താങ്ക് യു. ഹലോ, പറഞ്ഞോളൂ. എന്റെ പേര് സെലീനയാണ്. ഞാന് ലാസ്റ്റ് ആണ് കയറിയത്. എനിക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ കടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇതിന്റെ റെക്കോർഡ് കിട്ടുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. അതുപോലെ ഈ റിട്ടോറിയ എന്ന് പറഞ്ഞ കൂടുതലായിട്ട് എനിക്ക് അറിയില്ല. 1-2 ക്ലാസ്സിൽ ഞാനിങ്ങനെ കയറിയിട്ടുണ്ട്. റസീന മാമിന്റെ കൂടുതൽ അറിയണം എന്ന് ആഗ്രഹമുണ്ട്, എന്താണത് എന്നും ഈ ചാറ്റ് ബോക്സിലെ നമ്പറിൽ ഈ നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെക്കുക, എന്നിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങളുടെ നമ്പർ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ഇടുകയും ചെയ്യാം. നിങ്ങളുടെ നമ്പർ ചാറ്റ് ബോക്സിൽ ഇട്ടാലും മതി. ഞാൻ നമ്പർ ഇടാം. ഇതിന്റെ റെക്കോർഡ് ഒന്ന് തരണം കേട്ടോ. റെക്കോർഡ് തരാം. റെക്കോർഡ് നമ്മുടെ ഗ്രൂപ്പിൽ ഉണ്ടാവും. നിങ്ങൾ ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ആയാൽ മതി. ഈ ലിങ്ക് ഉണ്ട് ചാറ്റ് ബോക്സിൽ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇനി ആർക്കും സംസാരിക്കാനെന്ന് വിചാരിക്കുന്നു ഞാൻ. റസീന മാമിന്റെ സ്പീച്ച് കട്ടായിപ്പോയി, പിന്നെ നെറ്റ് പെട്ടെന്ന് അങ്ങോട്ട് കട്ടായിപ്പോയി. അതുകൊണ്ട് റസീന മാമിന്റെ ഒന്നും കേട്ടില്ല. റെക്കോർഡ് ഉണ്ടാവും ബുഷ്ര മാം. മനാൽ മാം കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ, അപ്പൊ നമുക്ക് വോട്ട് ഓഫ് താങ്ക്സിനായി 4th ബാച്ചിലെ ഹന്ന മാമിനെ സ്വാഗതം ചെയ്യാം. പ്ലീസ് വെൽക്കം ഹന്ന മാം. താങ്ക് യു മനാൽ മാം. നമ്മുടെ ഫോർഗീവ്നെസ് എന്ന ഒരു മിറാക്കിൾ ടൂളും ഒരു മെഡിറ്റേഷനും ഒക്കെ നല്ല ഭംഗിയായിട്ട് റഷീദ മാം തന്നതിന്റെ ഫീഡ്ബാക്കും അത് കേട്ടിരുന്ന സത്യത്തില് നല്ലൊരു നിമിഷത്തിലേക്കായിരുന്നു പോയത്. താങ്ക് യു റഷീദ മാം. പിന്നെ ഇറ്റ്സ് മീ ഹന്ന. ഞാൻ 4th ബാച്ചിലെ റെറ്റോറിയൽ ഉള്ളതായിരുന്നു. പിന്നെ ഞാൻ ഇപ്പോഴും സ്റ്റുഡന്റ് ആണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സമയം കണ്ടെത്തിയത്. അത്
ഒരുപാട് റിട്ടോറിയെ കുറിച്ച് എനിക്ക് പറയുകയാണെങ്കിൽ പിന്നെ എന്റെ ജീവിതത്തിലെ ആ ഒരു പുസ്തകത്തിലെ നല്ലൊരു അധ്യായമായിരുന്നു റിട്ടോറിയയില്. ഇൻസ്പിറേഷനുള്ള നമ്മുടെ റസീന മാം, ലൈല മാം, പിന്നെ എന്റെ നല്ല പ്രിയപ്പെട്ട കുറച്ച് കൂട്ടുകാർ, പിന്നെ ടാസ്കും ഗെയിമും ഒക്കെ ആയിട്ട് കുറച്ച് ദിവസങ്ങൾ നമ്മുടെ ബാല്യത്തിലേക്ക് പോയ ആ കുറച്ച് നല്ല നിമിഷങ്ങൾ നല്ലൊരു അധ്യായമായി ഞാൻ കാത്തു സൂക്ഷിക്കുന്നു. പിന്നെ ഇന്ന് എനിക്ക് തന്ന കർത്തവ്യം എന്നുള്ളത് പിന്നെ നന്ദി പറയുക എന്നുള്ളതാണ്. അതിനേക്കാൾ ഉപരി ഇന്നത്തെ നമ്മുടെ റഷിദ മാം അവതരിപ്പിച്ച തന്ന ആ വിഷയം എത്ര പറഞ്ഞാലും നമുക്ക് മതി വരില്ല, കേട്ടാലും മതി വരില്ല. ഫൊർഗീവ്നെസ് എന്നുള്ള ആ ഒരു മിറാക്കിൾ ടൂള് അത് റഷിദ മാം നല്ല ഭംഗിയായിട്ടും നല്ലൊരു മെഡിറ്റേഷനും നമുക്ക് തന്നു. പക്ഷെ ഒരു കാര്യം അതിനെക്കുറിച്ച് സൂചിപ്പിക്കാതെ പോകുന്നത് ശരിയല്ലെന്ന് തോന്നി. നമ്മുടെ എല്ലാം ജീവിതം താൽക്കാലികമാണ്. താൽക്കാലികമായ ജീവിതത്തിൽ സ്ഥിരമായി നമ്മുടെ കയ്യിലുള്ളതെല്ലാം സ്ഥിരമാണെന്ന് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഫൊർഗീവ്നെസ്സിലേക്കൊക്കെ പോകാൻ നമ്മൾ മടിക്കുന്നത്. നമ്മുടെ ജീവിതം ഒന്ന് ഈ പാഠപുസ്തകത്തില് കടന്നു പോട്ടെ. നമ്മൾ വായിച്ച കഥകളൊക്കെ മിസ്റ്റേക്കുകളെല്ലാം വരും. ആ മിസ്റ്റേക്കുകളെല്ലാം നമ്മൾ വായിച്ച് ഭംഗിയായിട്ട് അതിനെ കടത്തി വിടുക. നമ്മുടെ മനസ്സിൽ വെച്ച് പക, വിദ്വേഷം എന്നുള്ളതിലൊന്നും സ്ഥാനമില്ല. പുതിയ പുതിയ നല്ല കഥകളും രസകരമായ നിമിഷങ്ങളും ഒക്കെ നമുക്ക് ഇനിയും സമ്മാനിക്കേണ്ടതുണ്ട്. ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മളിലൂടെ പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ഫൊർഗീവ്നെസ്സിലൂടെ എത്ര പറഞ്ഞാലും മതി വരില്ല. റഷിദ മാം അത് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ച് ഇനിയും ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കാം. ഈ റെറ്റോറിയെ കുറിച്ച് ആദ്യം തന്നെ ഞാൻ റഷീദ മാമിനെ ഇത്രയധികം നല്ലൊരു സബ്ജക്റ്റ് നമ്മളിലേക്ക് കൊണ്ടെത്തിക്കുകയും അതൊരു പിന്നെ മെഡിറ്റേഷൻ രൂപത്തിൽ നമുക്ക് തന്ന റഷീദ മാമിന് എന്റെ ഹൃദയത്തിൽ തൊട്ട് എന്റെ പേരിലും റെറ്റോറിയയുടെ പേരിലും ഇതിൽ വന്ന ഓരോരുത്തരുടെ പേരിലും എന്റെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു റഷീദ മാം. പിന്നെ എനിക്ക് നന്ദി പറയാനുള്ളത് ഈ റെറ്റോറിയ എന്ന ജീവനാഡിയ എന്റെ പിന്നെ മാമാർ ലൈല മാം, റസീന മാം, അത് പറഞ്ഞാലും എനിക്ക് മതി വരില്ല. കാരണം എന്റെ ബാല്യം കുറച്ച് ദിവസങ്ങളാണെങ്കിലും എന്റെ ബാല്യം എനിക്ക് തിരിച്ചു തന്നതാണ്. അത് എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ എനിക്കും എന്റെ ഈ ഇതിൽ വന്ന ഓരോരുത്തരും റെറ്റോറിയയിൽ ഇതിൽ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടിയും ഞാൻ റെറ്റോറിയയ്ക്ക് വേണ്ടിയും ലൈല മാം, റസീന മാമിന് വേണ്ടി താങ്ക്സ് പറയാണ്. താങ്ക്സ് റസീന മാം, ലൈല മാം. പിന്നീട് എനിക്ക് നന്ദി പറയാനുള്ളത് പുഞ്ചിരിയോട് നമ്മളെ വരവേറ്റ നമ്മുടെ മലയാള മാമിനാണ്. അതും നല്ല സന്തോഷത്തോടെ പിന്നെ 3rd ബാച്ച് സ്റ്റുഡന്റ് ആണെങ്കിലും 4th ബാച്ചിലുള്ള എനിക്ക് പരിചയപ്പെടാനും ഇന്നലെ മുതൽ എനിക്ക് നല്ല സന്തോഷത്തിന്റെ കുറച്ച് ഫീഡ്ബാക്ക് കിട്ടി. മലയാള മാമിനെ കുറിച്ച് ഒരുപാട് സന്തോഷമുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്താകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. അത് റെറ്റോറിയയിലൂടെയാണ്. മലയാള മാമിനും എന്റെ പേരിലും റെറ്റോറിയയിലെ ഈ ഓരോ അംഗത്തിന്റെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ തുടുപ്പുകളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇത് കേൾക്കാൻ വന്ന ഓഡിയൻസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ റെറ്റോറിയയുടെ ഏറ്റവും വലിയ ജീവത്തുടുപ്പുകളാണ്. നിങ്ങളില്ലെങ്കിൽ ഒരിക്കലും ഒരു വെബിനാറോ ഒരു ക്ലാസ്സോ ഒന്നും വരില്ല. നിങ്ങളാണ് ഇതിന്റെ ജീവന്റെ തുടുപ്പുകൾ. ആ ഓഡിയൻസിന് എന്റെ പേരിലും റെറ്റോറിയയുടെ പേരിലും ഇതിലെ ഓരോ അംഗത്തിന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തിയാണ്. ഇതെല്ലാം നമ്മുടെയൊക്കെ ലൈഫിൽ ഒരു മിറാക്കിളായി നല്ല സന്തോഷകരമായ നിമിഷങ്ങളായി മാറട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി നല്ലൊരു സബ്ജക്റ്റുമായി റെറ്റോറിയയിൽ എത്തും വരെ താങ്ക് യു. ബൈ. ഓക്കെ, താങ്ക് യു. ഹന്ന മാമിനെ കണ്ടതിൽ വളരെയധികം സന്തോഷം. ബുഷ്രയാണ്, എന്നെ അറിയില്ലായിരിക്കും. ഞാൻ അധികം ഈ